നമസ്കാരം. 24 റൗണ്ടപ്പ് ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രവിതാലക്ഷ്മി. വിശദമായ വാർത്തകളിലേക്ക്. മുതിർന്ന മാധ്യമ പ്രവർത്തകനും ഗ്രന്ഥകാരനുമായ TJS ജോർജ് അന്തരിച്ചു. 97 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്ന് ബംഗളൂരുവിലായിരുന്നു അന്ത്യം. വെള്ളിയാഴ്ച മുതൽ മണിപ്പാൽ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. പ്രായാധിക്യത്തെ തുടർന്നുള്ള അവശതകളെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ചിട്ടുണ്ട്. ശബരിമലയിലെ വിവാദ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി നടത്തിയ വ്യാപക തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ദ്വാരപാലക ശില്പത്തിലെ സ്വർണ്ണപ്പാളിക്ക് പുറമെ ശബരിമല തങ്കക്കവാടം ഉപയോഗിച്ചും ഉണ്ണികൃഷ്ണൻ പോറ്റി വ്യാപക പണപ്പിരിവ് നടത്തി. ചെന്നൈയിൽ ചടങ്ങിൽ നടൻ ജയറാമിനെയും ഉപയോഗിച്ചു. തന്റെ പൂജാമുറിക്ക് മുന്നിൽ തങ്കക്കവാടം 15 മിനിറ്റ് വെച്ചിരുന്നുവെന്ന് ജയറാം 24നോട് പറഞ്ഞു. സമ്പന്നരായ അയ്യപ്പ ഭക്തന്മാരുടെ വിശ്വാസം ഉണ്ണികൃഷ്ണൻ പോറ്റി ചൂഷണം ചെയ്തതിന്റെ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. 2019 സ്വപ്ന ദർശനമെന്ന് പറഞ്ഞാണ് ദ്വാരപാലകരുടെ സ്വർണ്ണപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയത്. ഒപ്പം വിജയ് മല്യ സ്വർണം പൂശി നൽകിയ ശ്രീകോവിൽ കവാടം മാറ്റണമെന്നും സ്പോൺസർ ഉണ്ടെന്നും ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞു. ദേവസ്വം ബോർഡ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അനുമതിയും നൽകി. സ്വർണ്ണപ്പാളി ബംഗളൂരുവിൽ പ്രദർശിപ്പിച്ച് പണം ഈടാക്കി. തങ്ക കവാടം ആന്ധ്രയിലെ വ്യവസായിയുടെ സംഭാവനയായിരുന്നു. കവാടം സ്വർണം പൂശിയ ചെന്നൈ അമ്പത്തൂരിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് തുടങ്ങി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഗൂഢതന്ത്രങ്ങൾ. അയ്യപ്പ ഭക്തരായ നടൻ ജയറാം, ഗായകൻ വീരമണി രാജു, വ്യവസായി കുമാർ എന്നിവരുടെ സാന്നിധ്യത്തിൽ പൂജാ ചടങ്ങ്. പിന്നാലെ ജയറാമിന്റെ വീട്ടിലേക്ക്. ഇത് പോകുന്ന വഴി എന്റെ വീട് അവിടെയാണ്. അവിടെ ഒന്ന് ചവിട്ടി ശബരിമലയ്ക്ക് പോകുന്നതല്ലേ. അപ്പോ പിന്നെന്താ തീർച്ചയായിട്ടും എന്ന് പറഞ്ഞു. അതിനുശേഷം 1 മിനിറ്റ് എന്റെ ഏകദേശം ഒരു 10-15 മിനിറ്റ് എന്റെ പൂജാ റൂമിന്റെ അവിടെ കൊണ്ട് കാണിച്ചിട്ട് അങ്ങനെ കൊണ്ടുപോയി അവര്. കോട്ടയം ഇളമ്പള്ളി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ തങ്കകവാടം പ്രദർശനത്തിന് വെച്ചു. ക്ഷേത്രം ഭാരവാഹികളുടെ പ്രതികരണം ഇങ്ങനെ: ഈ സമർപ്പിക്കുന്ന 4-5 പേര് കൂടിയാണ് എന്ന് പറഞ്ഞതിൽ ഒരാൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ്. മറ്റൊരാൾ ഒരു അജി എന്ന് പറഞ്ഞ ഒരാൾ. അവരാണ് ഈ വാതിൽ കൊണ്ടിരുന്നത്. രാവിലെ 6 മണിക്ക് കൊണ്ടുവന്ന് ക്ഷേത്രത്തിന്റെ ആനക്കൊട്ടിൽ വെച്ച് അവിടുത്തെ മേശാന്തി ഒരു പൂജയൊക്കെ കഴിഞ്ഞാണ് ഇത് അവിടെ രഥത്തെ കയറ്റുന്നത്. ജനപ്രതിനിധികളും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A. പത്മകുമാറും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. ശബരിമലയിലേക്കുള്ള യാത്രാമധ്യേ പണസമാഹരണത്തിന്റെ വഴികൾ ഉണ്ണികൃഷ്ണൻ പോറ്റി മുതലാക്കി. മൂവാറ്റുപുഴയിലെ അജികുമാർ എന്നയാളുടെ വീട്ടിൽ സ്വർണ്ണപ്പാളികൾ ഒരു രാത്രിയും പകലും സൂക്ഷിച്ചു. ഇതിന് ലക്ഷങ്ങൾ ഈടാക്കി. ഞങ്ങളോട് വിളിച്ചു പറഞ്ഞു, എടാ ഇങ്ങനെ ഒരു സംഭവം വരുന്നുണ്ട്, അതിനുള്ള സംവിധാനം അവിടെ ചെയ്യണം, എല്ലാം റെഡിയാക്കി വേണമെന്ന് പറഞ്ഞു. അതിനുള്ള പൈസ നന്നേക്കാന്ന് പറഞ്ഞു. എല്ലാം റെഡിയാക്കി വെച്ചു. ഞാൻ എന്നോട് ഒരു ദിവസം അവനോട് ഞാൻ ചോദിച്ചു, എടാ നിനക്ക് ഇതിനെല്ലാം കൂടെ എത്ര ലക്ഷം രൂപ മുടക്കുണ്ടെന്ന് ചോദിച്ചു. എന്നോട് എനിക്കൊരു 10-30 ലക്ഷം മുടക്കുണ്ടെന്ന് പറഞ്ഞു. ഉണ്ണിപ്പോറ്റിയാണ് ഡീലർ. അദ്ദേഹത്തിന്റെ അളിയന് ഈ കാര്യങ്ങളെല്ലാം അറിയുകയും ചെയ്യാം. 24 തിരുവനന്തപുരം. ശബരിമല ക്ഷേത്രത്തിലെ ദ്വാരപാലക ശില്പത്തിൽ സ്വർണം പൂശിയതുമായി ബന്ധപ്പെട്ട സംഭവത്തിൽ മറ നീങ്ങാതെ ദുരൂഹത. 2019 ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുവന്നത് ചെമ്പ് പാളികളെന്ന് അറ്റകുറ്റപ്പണി നടത്തിയ ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസ് വെളിപ്പെടുത്തി. ഇക്കാര്യത്തിൽ ഇതുവരെയും വ്യക്തത വരുത്താൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കഴിഞ്ഞിട്ടില്ല. വിജയ് മല്യ നൽകിയ സ്വർണം എവിടെയെന്നതിലും ചോദ്യം ബാക്കിയാവുകയാണ്. വ്യവസായി വിജയ് മല്യ 1998 ശ്രീകോവിലിനൊപ്പം ദ്വാരപാലക ശില്പവും സ്വർണം പൊതിഞ്ഞു നൽകിയിരുന്നു. 2019 സ്വർണം പൂശാൻ നൽകിയത് 12 ചെമ്പുപാളികളാണെന്നാണ് സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി ദേവസ്വം വിജിലൻസിന് മൊഴി നൽകിയത്. ഇക്കാര്യം അറ്റകുറ്റപ്പണി നടത്തിയ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസും ശരിവെക്കുന്നു. അവരുടെ അടുത്ത് കൊണ്ടുവന്നിരിക്കുന്ന ആർട്ടിക്കിള് ഒരു കോപ്പർ ഷീറ്റ് കൊണ്ടുണ്ടാക്കിയ ദ്വാരപാലക വിഗ്രഹങ്ങളുടെ പുറത്ത് പതിപ്പിച്ച ക്ലാഡിങ്സ് ആണ്. എന്നാൽ ഇത് ചെമ്പുപാളികളല്ലെന്ന് തെളിയിക്കാൻ ദേവസ്വം ബോർഡിന്റെ കയ്യിൽ തെളിവുകളില്ല. ദാരുശില്പത്തിൽ നിന്ന് പാളികൾ ഇളക്കിയെടുത്തപ്പോൾ ചെമ്പുപാളികളെന്നാണ് ദേവസ്വം മഹസറിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 42.8 കിലോ തൂക്കമുണ്ടായിരുന്ന പാളികൾ തിരികെ എത്തിച്ചപ്പോൾ 4.41 കിലോ കുറഞ്ഞു. 1998-നും 2019-നും ഇടയിൽ എന്തു സംഭവിച്ചുവെന്നതിലും ദുരൂഹത ബാക്കി. ദ്വാരപാലക ശില്പപാളികൾ അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടത് സന്നിധാനത്ത് വെച്ച് തന്നെയാണെന്ന് മുൻ തന്ത്രി കണ്ഠരര് മോഹനര് പറഞ്ഞു. ഇപ്പോൾ ഏതൊരു കാര്യമായാലും ക്ഷേത്രം സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ആ സംഗീതത്തിൽ തന്നെ പണിയുന്നതാണ്. അവിടെ വെച്ച് തന്നെ പണിയാണത്. പുറത്ത് കൊണ്ടുപോരുന്നൊരു ശാസ്ത്രമുള്ളതാണ്. നാളെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ദേവസ്വം വിജിലൻസ് വിശദമായി ചോദ്യം ചെയ്യും. ഉണ്ണികൃഷ്ണൻ പോറ്റി എവിടെയെല്ലാം പണപ്പിരിവ് നടത്തി? യഥാർത്ഥ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയോ? ഇടനിലക്കാർ വേറെയുണ്ടോ? ശബരിമലയിൽ നിന്ന് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് സ്വർണ്ണപ്പാളികൾ എത്തിക്കാനെടുത്ത 30-ലേറെ ദിവസം ദ്വാരപാലക ശില്പത്തിലെ പാളികൾ എവിടെയായിരുന്നു? ചോദ്യങ്ങളേറെ. 24 തിരുവനന്തപുരം. ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ നടത്തിയ തട്ടിപ്പുകളിൽ നിന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഒഴിഞ്ഞു നിൽക്കാനാകില്ല. പോറ്റിയുടെ തട്ടിപ്പുകൾക്ക് ഭരണസമിതിയും ജീവനക്കാരും അറിഞ്ഞോ അറിയാതെയോ കൂട്ടുനിന്നിട്ടുണ്ട്. കോടിക്കണക്കിന് വിശ്വാസികളുടെ ആരാധനാ കേന്ദ്രമായ ശബരിമല ദേവസ്വം ബോർഡ് അംഗമോ ജീവനക്കാരനോ അല്ലാത്ത ഒരാൾ ശബരിമലയിലെ കാര്യങ്ങൾ നിയന്ത്രിച്ചുവെന്നത് പുറത്തുവരുന്നത് ഇപ്പോൾ.
സ്പെഷ്യൽ കമ്മീഷണറെ അറിയിക്കാതെയും ഹൈക്കോടതിയുടെ അനുമതിയില്ലാതെയും സ്വർണ്ണപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പൊറ്റിക്ക് കൈമാറിയത് ദേവസ്വം ബോർഡാണ്. മുൻ ഭരണസമിതിയുടെ കാലത്ത് അനുമതിയില്ലാതെ കൈമാറിയതിൽ വീഴ്ചയുണ്ടെന്ന് സമ്മതിക്കുന്നത് നിലവിലെ ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്താണ്. അന്നത്തെ ഉദ്യോഗസ്ഥന്മാർക്ക് ഞാൻ മനസ്സിലാക്കുന്നത് ഉദ്യോഗസ്ഥന്മാർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നാണ് പ്രാഥമിക നിരീക്ഷണത്തിൽ നിന്നും വിജിലൻസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കുന്നത്. അപ്പം അങ്ങനെ തെറ്റുപറ്റിയിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ സംരക്ഷിക്കുന്ന നിലപാട് ഞങ്ങൾക്കില്ല. അന്നത്തെ 2019 അതെല്ലാം ഉൾപ്പെടെ ഈ അന്വേഷണ പരിധിയിൽ അതെല്ലാം വരും. ഉണ്ണികൃഷ്ണൻ പൊറ്റിയെ ശബരിമലയിലെ സമാന്തര കേന്ദ്രമാക്കിയതിനെ പ്രതിപക്ഷം രൂക്ഷമായാണ് വിമർശിക്കുന്നത്. ആരാണ് ഉണ്ണികൃഷ്ണൻ പൊറ്റി? ആരാണ് ഇദ്ദേഹത്തെ ഏൽപ്പിച്ചത്? ഇദ്ദേഹത്തിന്റെ പശ്ചാത്തലം എന്താണ്? അയ്യപ്പനെ പോലും ഇവരിൽ നിന്ന് സംരക്ഷിക്കേണ്ട സ്ഥിതിയിലാണ്. അയ്യപ്പ വിഗ്രഹത്തെ പോലും ഇവരിൽ നിന്ന് സംരക്ഷിക്കേണ്ട സ്ഥിതിയിലാണ്. 2019 മുതലുള്ള മന്ത്രിമാരും ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും ഭരണകൂടവും തിരുവാഭരണ കമ്മീഷൻ അടക്കമുള്ള ആളുകൾ മറുപടി പറയേണ്ട ഗുരുതരമായ ഒരു കേസാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ശബരിമലയിൽ കീഴ്ശാന്തിയുടെ പരികർമ്മിയായി എത്തിയ ഉണ്ണികൃഷ്ണൻ പൊറ്റി സമ്പന്നരുമായി ബന്ധം തുടങ്ങിയത് അയ്യപ്പ ഭക്തി മുതലെടുത്ത് ചൂഷണം ചെയ്യാനായിരുന്നു. ദേവസ്വം ബോർഡ് കാഴ്ചക്കാരായോ അതോ അവർക്ക് തട്ടിപ്പിൽ പങ്കുണ്ടായിരുന്നോ എന്നാണ് ഇനി അറിയേണ്ടത്. 24 തിരുവനന്തപുരം. സ്വർണ്ണപ്പാളി വിവാദത്തിൽ പ്രക്ഷോഭത്തിന് കോൺഗ്രസ്. ശബരിമലയിലെ സ്വർണം സംരക്ഷിക്കുന്നതിൽ സർക്കാരും ദേവസ്വം ബോർഡും വീഴ്ച വരുത്തിയെന്ന് ചൂണ്ടിക്കാട്ടിയാകും കോൺഗ്രസ് സമരത്തിലേക്ക് കടക്കുക. സർക്കാരിനോ പാർട്ടിക്കോ ഒന്നും ഒളിക്കാനില്ല എന്നും ഫലപ്രദമായ അന്വേഷണം നടക്കട്ടെ എന്നുമാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്നാലെ NSS സ്വീകരിച്ച നിലപാടിനെ തുടർന്ന് പ്രതിരോധത്തിൽ പോയ കോൺഗ്രസ് സ്വർണ്ണപ്പാളി വിവാദത്തിൽ പിടിച്ച് പ്രത്യാക്രമണം നടത്തുകയാണ്. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ മുതലുള്ള നേതാക്കൾ ഒരുമിച്ചിറങ്ങി വിവാദത്തിൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കാൻ ശ്രമിച്ചത് ഇതിന്റെ ആദ്യപടിയാണ്. ജനങ്ങളെ അണിനിരത്തിയുള്ള സമരമാണ് അടുത്ത ഘട്ടം. ഗവൺമെന്റിന്റെയും ദേവസ്വം ബോർഡിന്റെയും കുറ്റകരമായ അനാസ്ഥയ്ക്കെതിരെ വിശ്വാസികളെ അണിനിരത്തിക്കൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുക തന്നെ ചെയ്യും. ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ നേടാൻ ശ്രമിച്ച രാഷ്ട്രീയ മേൽക്കൈ സ്വർണ്ണപ്പാളി വിവാദത്തിൽ ഒലിച്ചു പോകുന്നത് നോക്കി നിൽക്കേണ്ടി വരുന്ന നിസ്സഹായതയിലാണ് സർക്കാരും CPIM-ഉം. വീഴ്ചയുടെ രാഷ്ട്രീയവും ഭരണപരമായ ഉത്തരവാദിത്വം മറ്റാരുടെയും മേൽ ചാരാനാവാത്തതിനാൽ അന്വേഷണം നടക്കട്ടെ എന്നാണ് പാർട്ടി നിലപാട്. ആരായാലും ഞാൻ വെറുതെ പറഞ്ഞല്ല, ആരെന്നുള്ളത് ഞാനിപ്പോൾ പറയുന്നില്ല. ആരായാലും ആരുടെ കാലത്തായാലും ഏത് വ്യക്തികളെല്ലാം ഉൾച്ചേർന്നാലും ഹൈക്കോടതിയുടെ ഭാഗമായിട്ടുള്ള അന്വേഷണ സംവിധാനത്തിന്റെ നിലപാട് സ്വീകരിച്ച് ഇപ്പോൾ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. അന്വേഷിക്കട്ടെ, ഞങ്ങൾക്കൊന്നും മറച്ചു വെക്കാനില്ല. അതുകൊണ്ട് ഞങ്ങൾ എന്താ ഭയപ്പെടേണ്ട കാര്യം? സ്വർണ്ണപ്പാളി വിവാദത്തിൽ CBI അന്വേഷണം വേണമെന്നാണ് BJPയുടെ ആവശ്യം. 24 തിരുവനന്തപുരം. കരൂർ ദുരന്തത്തിൽ TVK നേതാവ് വിജയ്ക്ക് മദ്രാസ് ഹൈക്കോടതിയുടെ രൂക്ഷ വിമർശനം. അപകടത്തിന് പിന്നാലെ നേതാവ് മുങ്ങിയെന്നും TVK എന്തൊരു പാർട്ടിയാണെന്നും കോടതിയുടെ പരിഹാസം. മനുഷ്യനിർമ്മിത ദുരന്തമെന്ന പരാമർശം നടത്തിയ കോടതി വിഷയത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. ദേശീയപാതകളിൽ പ്രകടനങ്ങളും പൊതുയോഗങ്ങളും കോടതി തൽക്കാലത്തേക്ക് വിലക്കി. അതിനിടെ TVKയുടെ സംസ്ഥാന ഭാരവാഹികളായ N ആനന്ദിന്റെയും നിർമ്മൽ കുമാറിന്റെയും മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളി. സ്വന്തം പാർട്ടിയുടെ പരിപാടിക്കെത്തിയ സ്ത്രീകളും കുട്ടികളും അടക്കം മരിച്ചു കിടക്കുമ്പോൾ നേതാവ് മുങ്ങി. ഇതെന്ത് നേതാവാണ്? ഇതെന്ത് പാർട്ടിയാണ്? കരൂർ അപകടത്തിൽ TVK അധ്യക്ഷൻ വിജയ്ക്കെതിരെ കേസെടുക്കണമെന്ന ഹർജി പരിഗണിച്ച മദ്രാസ് ഹൈക്കോടതി പ്രിൻസിപ്പൽ ബെഞ്ച് അതിരൂക്ഷ വിമർശനമാണ് വിജയ്ക്കെതിരെ നടത്തിയത്. ഖേദം പ്രകടിപ്പിക്കാതിരുന്ന നേതാവിന്റെ മനോനില വ്യക്തമായി. പാർട്ടി പ്രവർത്തകർ പോലും സംഭവസ്ഥലത്ത് നിന്ന് കടന്നുകളഞ്ഞുവെന്നും കോടതി വിമർശിച്ചു. പിന്നാലെയാണ് നോർത്ത് സോൺ IG അസ്ര ഗാർഗിന്റെ നേതൃത്വത്തിൽ പ്രത്യേക സംഘം കേസ് അന്വേഷിക്കണമെന്ന് ഉത്തരവിട്ടത്. കരൂരിലേത് മനുഷ്യനിർമ്മിത ദുരന്തമാണെന്ന് അഭിപ്രായപ്പെട്ട കോടതി ഹർജിയിൽ സംസ്ഥാന സർക്കാരിനെയും വിമർശിച്ചു. വിജയോട് സർക്കാരിന് വിധേയത്വമുണ്ടോ എന്ന് ചോദിച്ച കോടതി പോലീസിന്റെ നിഷ്ക്രിയത്വം അത്ഭുതപ്പെടുത്തിയെന്നും അഭിപ്രായപ്പെട്ടു. ഇതിനിടെ ദേശീയ സംസ്ഥാന പാതകളിൽ പാർട്ടി റാലികളും പരിപാടികളും നടത്തുന്നത് ഹൈക്കോടതി മധുരൈ ബെഞ്ച് നിരോധിച്ചു. CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള 2 ഹർജികൾ തള്ളിയ കോടതി TVKയുടെ ഹർജി ഇന്ന് പരിഗണിച്ചില്ല. 24 ചെന്നൈ. പാകിസ്ഥാന് താക്കീതുമായി കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയും വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗും ഭീകരവാദത്തെ പിന്തുണച്ചാൽ ഭൂപടത്തിൽ നിന്ന് ഇല്ലാതാക്കുമെന്നാണ് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയുടെ പ്രതികരണം. ഇതുവരെ കണ്ട യുദ്ധങ്ങൾ പോലെയായിരിക്കില്ല ഭാവിയിലെ യുദ്ധമെന്ന് വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ AP സിംഗും പറഞ്ഞു. ഗുജറാത്തിൽ ഇന്നലെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് പാകിസ്ഥാനെതിരെ രംഗത്തെത്തിയതിന് പിന്നാലെയാണ് കരവ്യോമസേനാ മേധാവികളുടെ മുന്നറിയിപ്പ്. ഭീകരവാദത്തെ പാകിസ്ഥാൻ വീണ്ടും പിന്തുണച്ചാൽ ഓപ്പറേഷൻ സിന്ദൂറിൽ സ്വീകരിച്ച സംയമനം ഭാവിയിൽ ഉണ്ടാകില്ലെന്ന് ജനറൽ ഉപേന്ദ്ര ദ്വിവേദി. രാജസ്ഥാനിൽ സൈനികരെ അഭിസംബോധന ചെയ്യുകയായിരുന്നു കരസേനാ മേധാവി. പാകിസ്ഥാൻ को सोचना पड़े कि उसे इतिहास में भूगोल में रहना है कि नहीं रहना है. अगर उसे भूगोल में अपनी जगह बनानी है
तो उसके लिए उसने जो स्टेट स्पॉन्सर टेररिज्म जिसको हम बोलते हैं, यानी कि उसका देश जो टेररिज्म को स्पॉन्सर कर रहा है उसे रोकना पड़ेगा. ഓപ്പറേഷൻ സിന്ദൂരിൽ പാകിസ്ഥാന്റെ 5 F-16 യുദ്ധവിമാനങ്ങൾ തകർത്തുവെന്നും വ്യോമസേനാ മേധാവി ചീഫ് മാർഷൽ AP സിംഗ്. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യയുടെ കരുത്ത് ലോകം കണ്ടെന്ന് വ്യോമസേനാ മേധാവി. We have signs of one C-130 class of aircraft, one AWC class of aircraft, and at least 4 to 5 fighter aircraft, most likely F-16, because that base happened to be F-16, which would have been under maintenance that time. 93ാമത് വ്യോമസേനാ ദിനാഘോഷത്തോടനുബന്ധിച്ച് സംസാരിക്കുകയായിരുന്നു വ്യോമസേനാ മേധാവി. 24 ഡൽഹി. പാക് അധീന കാശ്മീരിൽ സംഘർഷം 4ാം ദിവസവും രൂക്ഷമായി തുടരുന്നു. നിരവധി സൈനിക വാഹനങ്ങൾ പ്രതിഷേധക്കാർ കത്തിച്ചു. നിരവധി നേതാക്കൾ പാക് സേന അറസ്റ്റ് ചെയ്തു. പാക് സേന ഭീകരമായ മനുഷ്യാവകാശ ലംഘനങ്ങളാണ് നടത്തുന്നതെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു. സംഘർഷം രൂക്ഷമായതോടെ കഴിഞ്ഞ ദിവസം സർക്കാർ പ്രതിനിധികൾ വിവിധ സംഘടനകളുമായി ചർച്ച നടത്തിയെങ്കിലും ഫലം കണ്ടില്ല. പ്രതിഷേധക്കാർക്ക് നേരെ സൈന്യം നടത്തിയ വെടിവയ്പിൽ ഇതുവരെ 12 പേരാണ് കൊല്ലപ്പെട്ടത്. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ കാർ നിയന്ത്രണം വിട്ട അപകടം. 5 പേർക്ക് പരുക്ക്, ഒരാളുടെ നില ഗുരുതരം. റാഫി കരീം കൊച്ചിയിൽ നിന്ന് ചേരുന്നു. റാഫി, എപ്പോഴാണ് ഈ അപകടമുണ്ടായത്? പരുക്കേറ്റവരുടെ ആരോഗ്യനില എങ്ങനെയാണ്? ഈ വിവരങ്ങളുമായി റാഫി കരീം അല്പസമയത്തിനുള്ളിൽ ചേരുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇപ്പോൾ അപകടത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. റാഫി കരീം ചേരുന്നുണ്ട്. റാഫി, ഒരാളുടെ നില ഗുരുതരമെന്ന് അറിയുന്നു. എപ്പോഴാണ് ഈ അപകടമുണ്ടായത്? വിവരങ്ങൾ എങ്ങനെ? വൈകിട്ട് 6 മണിയോടുകൂടിയാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മരട്ട് ജംഗ്ഷനിൽ വെച്ച് ഈ അപകടം ഉണ്ടാകുന്നത്. മരട്ട് പാണ്ഡവത്ത് ക്ഷേത്രത്തിന് സമീപം വെച്ചാണ് യുവതി ഓടിച്ച കാറ് നിയന്ത്രണം നഷ്ടമായി മറ്റു വാഹനങ്ങളിൽ ഇടിച്ചത്. 5 ഇരുചക്ര വാഹനങ്ങളിലും ഒരു പിക്കപ്പ് വാനിലും 2 കാറിലുമാണ് ഈ യുവതിയുടെ വാഹനം ഇടിച്ചത്. അതിനുശേഷം അവിടെ ഉണ്ടായിരുന്ന കാൽനട യാത്രക്കാരന്റെ ശരീരത്തിലേക്കാണ് ഈ വാഹനം പാഞ്ഞു കയറിയത്. ഈ കാൽനട യാത്രക്കാരനായ മരട് സ്വദേശി ഭാഗ്യനാഥനാണ് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത്. മറ്റ് 5 ആളുകളുടെ പരിക്ക് ഗുരുതരമല്ല. അവർ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ആശുപത്രി വിട്ടിട്ടുണ്ട്. എന്നാൽ ഈ ഭാഗ്യനാഥന്റെ പരിക്ക് അതീവ ഗുരുതരമാണ്. കാൽനട യാത്രക്കാരന്റെ പരിക്ക് ഗുരുതരമാണ് എന്നതാണ് ഇപ്പോൾ റാഫി കരീം പങ്കുവയ്ക്കുന്ന വിവരം. സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ ആവേശത്തിന്റെ ഭാഗമായി ഇന്ത്യൻ ക്രിക്കറ്റ് താരം സഞ്ജു സാംസണും മലപ്പുറത്തിന്റെ ഫുട്ബോൾ പെരുമ രാജ്യമെങ്ങും പ്രസിദ്ധമെന്നും മലപ്പുറം FC ഭാഗമാകാൻ പറ്റിയതിൽ സന്തോഷമെന്നും ടീം ഉടമ കൂടിയായ സഞ്ജു സാംസൺ 24നോട് പറഞ്ഞു. മലപ്പുറം FC കളിയാണ് അതിന്റെ ഉടമ കൂടിയായ സഞ്ജു സാംസൺ എത്തിയിരിക്കുകയാണ്. എന്താണ്? വളരെ സന്തോഷത്തിലാണല്ലേ? വലിയ സന്തോഷത്തിലാണ്. ഇത്രയും വലിയൊരു അവസരത്തിൽ ഒരു മാച്ച് കാണാൻ പറ്റിയതിൽ വലിയ സന്തോഷം. ആദ്യത്തെ നമ്മുടെ മാച്ച് നമ്മുടെ ഹോം ഗ്രൗണ്ടായ മലപ്പുറത്ത് സ്റ്റേഡിയത്തിൽ തന്നെ നടപ്പുണ്ട്. അപ്പോൾ വലിയ സന്തോഷം. എല്ലാവരുടെ കൂടെ കളി കാണാൻ വന്നതിൽ സന്തോഷം. ഏറ്റവും കൂടുതൽ ഫാൻസുള്ള ടീമിനെ തന്നെയാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. അതെ, അതൊക്കെ വലിയ സന്തോഷമുള്ളൊരു കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മലപ്പുറത്തെ ഫുട്ബോൾ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഒരു സംഭവം തന്നെയാണ്. അപ്പോൾ അതിലൊരു ഭാഗമായതിൽ വലിയ സന്തോഷം. ഏതായാലും ഈ ഫുട്ബോൾ ആവേശത്തോടൊപ്പം സഞ്ജു കൂടി എത്തിയതാണ് വലിയ സന്തോഷം എന്നുള്ളതാണ് ആരാധകരും എല്ലാവരും തന്നെ പറയുന്നത്. ക്യാമറമാൻ മുഹമ്മദ് അർഷകിനൊപ്പം സമീർ ബിൻ കരീം, 24 മലപ്പുറം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.